ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മായാസീതാ വധമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. രാവണൻ്റെ പുത്രനായ ഇന്ദ്രജിത്ത് മായാസീതയെ വധിക്കുന്നു. അത് യഥാർത്ഥ സീതയാണ് എന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു. അപ്പോഴാണ് വിഭീഷണൻ അത് മായാസീതയാണ്, യഥാർത്ഥ സീതയല്ല എന്ന് എല്ലാവരോടും പറയുന്നത്. ഹനുമാൻ അത് ഉറപ്പുവരുത്തുന്നു. അതോടുകൂടി എല്ലാവർക്കും വലിയ സന്തോഷവും ആശ്വാസവും ആകുന്നു. ഈ ഭാഗം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം വിഭീഷണനോട് രാമൻ ചോദിക്കുകയാണ്, അല്ലയോ വിഭീഷണ, എങ്ങനെയാണ് നമ്മൾ ഇന്ദ്രജിത്തിനെ വധിക്കുന്നത്? ഇങ്ങനെയുള്ള രാമൻ്റെ ചോദ്യം കേട്ടപ്പോൾ വിഭീഷണൻ രാമനോട് പറയുകയാണ്, അല്ലയോ രാമ, സാമാന്യ രീതിയിൽ ഇന്ദ്രജിത്തിനെ വധിക്കുവാൻ കഴിയുകയില്ല. ലങ്കയിൽ നികുംഭിലായ യജ്ഞമണ്ഡപമുണ്ട്. യജ്ഞത്തിൽ പൂർണാഹുതി ചെയ്തിട്ട് വരുന്നവനെ ഭൂസ്വർഗ പാതാളങ്ങളിൽ ആർക്കും തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. ബ്രഹ്മാവ് നൽകിയിരിക്കുന്ന ശാപം, ഇന്ദ്രജിത്തിൻ്റെ യാഗം മുടക്കുന്നവൻ ഇന്ദ്രജിത്തിനെ വധിക്കും എന്നാണ്. അതുകൊണ്ട് അല്ലയോ രാമ, അങ്ങ് ലക്ഷ്മണനെ അയക്കൂ. വഴി ഞാൻ പറഞ്ഞു കൊടുക്കാം. പൂർണാഹുതിക്ക് മുമ്പ് യജ്ഞം തടസ്സപ്പെടുത്തണം. മേഘനാഥനും ഞാനും രാവണനും ഉള്ളപ്പോഴാണ് ബ്രഹ്മാവ് ഇത്തരത്തിലുള്ള ഒരു വരം തന്നത്. അമരത്വം ചോദിച്ച ഇന്ദ്രജിത്തിനോട് മറ്റെന്തെങ്കിലും ചോദിക്കുവാനാണ് അന്ന് ബ്രഹ്മാവ് പറഞ്ഞത്. അപ്പോൾ ഇന്ദ്രജിത്ത് ബ്രഹ്മാവിനോട് പറഞ്ഞത്, എങ്കിൽ പിന്നെ അങ്ങയുടെ അഭിപ്രായം അനുസരിച്ചിട്ടുള്ള വരം തരൂ എന്നാണ്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, യജ്ഞം ചെയ്ത് യുദ്ധത്തിന് പൊയ്ക്കൊള്ളുക, യുദ്ധം ജയിക്കും. ഇങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ ഇന്ദ്രജിത്ത് ബ്രഹ്മാവിനോട് പറയുകയാണ്, ഞാൻ മേഘങ്ങൾക്കു പിന്നിൽ നിന്ന് ബാണങ്ങൾ അയക്കും. കൊല്ലപ്പെടുന്നവർ എന്നെ കാണരുത്, ഇതാണ് എൻ്റെ പ്രാർത്ഥന എന്ന് വീണ്ടും ഇന്ദ്രജിത്ത് ബ്രഹ്മാവിനോട് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് അത് അനുവദിക്കുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും ഈ കാര്യങ്ങളൊക്കെ രാമനോട് പറഞ്ഞു കൊടുത്തിട്ട് വീണ്ടും വിഭീഷണൻ രാമനോട് പറയുകയാണ്, യജ്ഞം ചെയ്തിട്ടാണ് ഇന്ദ്രജിത്ത് ഇപ്പോൾ യുദ്ധത്തിന് വരുന്നത്. ലക്ഷ്മണനെ എൻ്റെ കൂടെ പറഞ്ഞയക്കൂ. മായാസീതയെ വെട്ടിക്കൊന്നിട്ട് ഇന്ദ്രജിത്ത് പൂർണാഹൂതി ചെയ്യുവാൻ വേണ്ടി ലങ്കയിലേക്ക് പോയിരിക്കുകയാണ്. വാനര സൈന്യത്തെയും കൊണ്ടുചെന്ന് യജ്ഞത്തിന് ഭംഗം ചെയ്താൽ ഇന്നു തന്നെ രാവണപുത്രനെ വധിക്കാം. അതിനാൽ അത് സാധ്യമാക്കുന്നതിന് വേണ്ടി ലക്ഷ്മണനെ എൻ്റെ കൂടെ അയക്കൂ. ഇങ്ങനെ വിഭീഷണൻ രാമനോട് പറയുന്നു. അപ്പോൾ ശ്രീരാമൻ വിഭീഷണനോട് പറയുകയാണ്, മിത്രമേ വിഭീഷണ, ഞാൻ ലക്ഷ്മണനെ എങ്ങനെ അയക്കും? അവൻ ബാലനല്ലേ, അവനെ എങ്ങനെ അയക്കും? ഇപ്പോൾ ലക്ഷ്മണൻ വ്രതത്തിലുമാണ്. അതുകൊണ്ട് തന്നെ സ്വതവേ ക്ഷീണിതനുമാണ്. അതിനാൽ അവനെ എങ്ങനെ ഞാൻ പറഞ്ഞയക്കും? അവൻ എങ്ങനെ ഇന്ദ്രജിത്തിനെ നേരിടും? ഇങ്ങനെ വിഷമത്തോടു കൂടി രാമൻ ചോദിച്ചപ്പോൾ, പ്രഭോ, എന്തിനു വിഷമിക്കണം? 100 ഇന്ദ്രജിത്തിൻ്റെ ബലമുണ്ട് ലക്ഷ്മണന്. പോരാത്തതിന് ശക്തമായ വാനരന്മാർ അകമ്പടിക്കാരുമായി ഉണ്ട്. ശക്തമായ ഒരു വാനര സൈന്യമാണ് കൂട്ടിനുള്ളത്. അവർ കൂടെ പോകും. അരനാഴിക നേരം കൊണ്ട് ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിക്കും. ഇന്ദ്രജിത്തിൻ്റെ ബലമൊന്നും ലക്ഷ്മണൻ്റെ മുമ്പിൽ വിലപ്പോകില്ല. ലക്ഷ്മണൻ്റെ ബലം എത്രയുണ്ട് എന്ന് എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട്
അങ്ങ് യാതൊരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല. ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിക്കുക തന്നെ ചെയ്യും. അതിനുശേഷം പിന്നെ രാവണൻ്റെ വധമാണ് നടക്കാൻ പോകുന്നത്. ഇങ്ങനെ പറഞ്ഞ് വിഭീഷണൻ രാമനെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം വിഭീഷണൻ 8 വാനരന്മാരെ വിളിച്ചു. ഹനുമാൻ, ഗവാക്ഷൻ, ഗന്ധമാദനൻ, മഹേന്ദ്രൻ, ദേവേന്ദ്രൻ, സമ്പാതി, നളൻ, നീലൻ ഇവരുടെ നേതൃത്വത്തിൽ വാനര സൈന്യം ഒരുങ്ങി നിന്നപ്പോൾ രാമൻ ലക്ഷ്മണൻ്റെ കൈ പിടിക്കുന്നു. എന്നിട്ട് ആ കൈ വിഭീഷണനെ ഏൽപ്പിച്ചു. പ്രഭു, ലക്ഷ്മണൻ്റെ ചുമതല എനിക്കായിരിക്കും എന്ന് വിഭീഷണൻ രാമന് ഉറപ്പും കൊടുത്തു. വിഭീഷണനും ലക്ഷ്മണനും വാനരന്മാരും രാമപാദങ്ങളിൽ നമസ്കരിച്ചു. രാവണൻ്റെ കോട്ടവാതുക്കൽ അവർ എത്തിച്ചേർന്നു. അവിടെ രാക്ഷസന്മാർ ആയുധങ്ങളുമേന്തി കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ധാരാളം രാക്ഷസന്മാരുണ്ടായിരുന്നു. ഹനുമാൻ പർവ്വതം കൊണ്ട് അടിച്ചപ്പോൾ രാക്ഷസന്മാർ ഭയന്ന് ഓടിപ്പോയി. ആ തക്കത്തിന് ലക്ഷ്മണനും കൂട്ടരും കോട്ടയിൽ കടക്കുന്നു. ലക്ഷ്മണൻ ശരമാരി ചൊരിഞ്ഞു. വാനരന്മാർ കല്ലും മരങ്ങളും എടുത്തെറിഞ്ഞു. വാനരന്മാരുടെ അടിയേറ്റ് രാക്ഷസന്മാർ ഓടിപ്പോയി. ഹനുമാൻ ഇന്ദ്രജിത്തിൻ്റെ മുമ്പിൽ ചെന്നു നിന്നു. യജ്ഞകുണ്ഡത്തിലേക്ക് ഹനുമാൻ മൂത്രമൊഴിച്ചു. അങ്ങനെ യജ്ഞകുണ്ഡം നിറഞ്ഞു കവിഞ്ഞൊഴുകിയ മൂത്രപ്രവാഹത്തിൽ യജ്ഞത്തിനു കൊണ്ടുവന്നു വെച്ച പൂക്കളും പഴങ്ങളും ഇലകളുമെല്ലാം ഒഴുകിപ്പോയി. ഇത് കണ്ട ഇന്ദ്രജിത്തിൻ്റെ ശരീരവും കണ്ണും എല്ലാം കോപം കൊണ്ട് ചുവന്ന് തുടുത്തു. ഹനുമാന്റെ നേരെ ബാണവും കുന്തവും ഇന്ദ്രജിത്ത് പ്രയോഗിച്ചു. ഹനുമാൻ ചാടിച്ചാടി ആയുധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഹനുമാൻ പറഞ്ഞു, മതിയടാ, ഇന്നു നിന്നെ യമപുരിയിലേക്ക് അയക്കുകയാണ്. വാനരന്മാർക്ക് അസ്ത്രമയക്കുവാൻ അറിയാത്തതുകൊണ്ട് നീ ഇത്രനാളും രക്ഷപ്പെട്ടു. മല്ലയുദ്ധം ചെയ്യാം, വില്ല് താഴെയിട്, എന്നാൽ ഒറ്റയടിക്ക് ഞാൻ നിന്റെ പ്രാണൻ കളയും. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് വിഭീഷണനും ലക്ഷ്മണനും നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ദ്രജിത്തും ലക്ഷ്മണനും നേർക്കുനേർ കണ്ടു. ലക്ഷ്മണൻ വില്ലുകുലച്ച് അമ്പയച്ചു. എടാ ഇന്ദ്രജിത്തെ, ഇന്നു ഞാൻ നിന്നെ തീർച്ചയായും യമപുരിയിൽ എത്തിക്കും. ലക്ഷ്മണനെ ഒഴിവാക്കി വിഭീഷണനെ നോക്കി ഇന്ദ്രജിത്ത് പറഞ്ഞു, ഒരേ വീര്യത്തിൽ ജനിച്ചവരല്ലേ നമ്മൾ? അച്ഛന് തുല്യനാണ് നിങ്ങൾ എന്നുവെച്ച് എത്രമാത്രം ഞാൻ നിങ്ങളെ ആദരിച്ചിരുന്നു. എന്നിട്ടും ബന്ധുക്കളെ എല്ലാം വെടിഞ്ഞ് നിങ്ങൾ മനുഷ്യരെ ആശ്രയിച്ചു. ഇപ്പോൾ എന്നെ വധിക്കുവാനുള്ള ഉപായവും നിങ്ങൾ മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തു. എത്ര ബഹുമാനമായിരുന്നു ഞാൻ നിങ്ങൾക്ക് നൽകിയത്. നിങ്ങളെ കാണുന്നതു തന്നെ ഇപ്പോൾ പാപമാണ്. നിർഗുണനാകട്ടെ ഗുണവാനാകട്ടെ സ്വജനങ്ങളോടൊത്ത് താമസിക്കണം. പക്ഷേ നിങ്ങൾ ഞങ്ങളെ ഒറ്റിക്കൊടുത്തു. എത്രയെത്ര സഹോദരപുത്രന്മാർ മരിച്ചു. എന്നെ കൊല്ലിക്കുവാൻ ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് നാണമില്ലല്ലോ. പൂർണാഹുതി കഴിഞ്ഞിട്ട് ഞാൻ വരം നേടും. ചെറിയച്ഛനാണെങ്കിലും എനിക്കിത് സഹിക്കുവാൻ സാധിക്കുകയില്ല. അതിനാൽ ആദ്യം ഞാൻ നിങ്ങളെ വധിക്കും. ഇങ്ങനെ ഇന്ദ്രജിത്ത് വിഭീഷണനോട് പറഞ്ഞപ്പോൾ
വിഭീഷണൻ പറയുകയാണ്, എൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. രാക്ഷസ കുലത്തിൽ ജനിച്ചു എന്ന് വെച്ച് ഞാൻ ദുരാചാരങ്ങൾ ചെയ്തിട്ടില്ല. മറ്റുള്ളവരുടെ ഒന്നും ഞാൻ മോഹിച്ചിട്ടില്ല. നിന്റെ അച്ഛൻ അന്തഃപുരത്തിൽ 14,000 സ്ത്രീകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് തപസ്വിനിയായ ഒരു പരസ്ത്രീയെ തട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. എത്രയെത്ര മുനിമാരെ നിന്റെ അച്ഛൻ കൊന്നിട്ടുണ്ട്. നിന്റെ അച്ഛൻ ചെയ്ത പാപങ്ങൾക്ക് കണക്കില്ല. അച്ഛൻ്റെ പാപത്തിൻ്റെ ഫലമായി നിനക്ക് മരണം അടുത്തിരിക്കുന്നു. അതിന് ഞാൻ എന്തു വേണം? ബന്ധുജനങ്ങളോടൊത്ത് ലങ്ക വിട്ട് പൊയ്ക്കൊള്ളുക. അഗ്നിയുടെ അനുഗ്രഹം കൊണ്ടാണ് വീണ്ടും വീണ്ടും നീ ജയിച്ചത്. ഇന്നത്തെ പൂർണാഹുതിക്ക് മുമ്പ് ലക്ഷ്മണൻ നിന്റെ കഴുത്ത് വെട്ടും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വില്ലു കുലച്ചുകൊണ്ട് ലക്ഷ്മണൻ അങ്ങോട്ട് വന്നു. അഷ്ടവാനരന്മാർ ഇന്ദ്രജിത്തിൻ്റെ രഥത്തിൽ ചാടി വീണ് രഥം മറിച്ചിട്ടു. രഥം വെടിഞ്ഞ് ഇന്ദ്രജിത്ത് പുറത്തേക്കു ചാടി. വാനരന്മാർ ജിയാരവം മുഴക്കി. ലക്ഷ്മണനും ഇന്ദ്രജിത്തും പരസ്പരം ബാണങ്ങൾ അയച്ചു. ഇതിനിടെ ഇന്ദ്രജിത്ത് നിശാചരന്മാരോട് മറ്റൊരു രഥം ഒരുക്കുവാൻ പറഞ്ഞു. നിമിഷങ്ങൾക്കകം മായാശക്തിയിൽ നിർമ്മിച്ച 8 കുതിരകളെ കെട്ടിയ രഥത്തിൽ വില്ലുമേന്തി ഇരിക്കുന്ന ഇന്ദ്രജിത്തിനെ കണ്ട് ലക്ഷ്മണൻ ഒരു നിമിഷം അത്ഭുതപ്പെട്ടു. ഇന്ദ്രജിത്തിൻ്റെ മായയെപ്പറ്റി ആലോചിച്ച് വിഭീഷണൻ പറഞ്ഞു, ചിന്തിക്കേണ്ട, ഇപ്പോഴേ ഇന്ദ്രജിത്തിനെ വധിക്കുക. അതിനുള്ള വഴി ആലോചിക്കുക. ഇന്ദ്രനുമായുള്ള യുദ്ധത്തിൽ മേഘനാഥൻ മേഘങ്ങൾക്കിടയിൽ കുതിച്ചു മറിഞ്ഞു. 1000 കണ്ണുകൊണ്ട് ഇന്ദ്രൻ നോക്കിയിട്ടും അവനെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഇന്ദ്രനെ ബന്ധിച്ച് അവൻ ലങ്കയിൽ കൊണ്ടുവന്നു. ബ്രഹ്മാവ് മായാരൂപത്തിൽ ലങ്കയിൽ വന്നിട്ടുണ്ട്. ഇന്ദ്രജിത്ത് മായാരഥം കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ യുദ്ധത്തിനെത്തട്ടെ. 4 വശത്തു നിന്നും ഉപരോധിച്ച് അവനെ വധിക്കാം. പേടിച്ച് ആകാശത്തിലേക്കുയർന്നാൽ അവനെ ഹനുമാൻ നോക്കിക്കൊള്ളും. പലവിധം മായാശക്തികളുള്ള അഗ്നിപുത്രൻ നീലൻ പാതാളം നോക്കിക്കൊള്ളും. ലങ്കയിലെ എല്ലാ മുക്കും മൂലയും അറിയുന്ന വിഭീഷണൻ ഭൂമിയിലെ ചുമതല ഏൽക്കും. ലക്ഷ്മണൻ വിഭീഷണന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടതിനു ശേഷം, എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഇന്ദ്രജിത്തിൻ്റെ മുമ്പിൽ ചെന്നു നിന്നു. എന്നിട്ട് യുദ്ധം ചെയ്തു. വിഭീഷണന്റെ ഈ തന്ത്രം ഇന്ദ്രജിത്ത് അറിഞ്ഞിരുന്നില്ല. മേഘനാഥൻ 4 വശത്തുമുള്ള കുരങ്ങന്മാരെ എയ്തു വീഴ്ത്തിക്കൊണ്ടിരുന്നു. ലക്ഷ്മണന്റെ അസ്ത്രമേറ്റ് ഇന്ദ്രജിത്ത് ഭയപ്പെട്ട് മുകളിലേക്ക് ഉയർന്നു. വായുവേഗത്തിൽ തെക്കോട്ട് പായുന്ന രഥത്തിലേക്ക് വായുപുത്രൻ ഹനുമാൻ ചാടിക്കയറി. ഒറ്റ ചവിട്ടിന് രഥം തകർത്തു. ഇന്ദ്രജിത്ത് കുതിച്ചു ചാടി. ഹനുമാൻ ആകാശത്തിൽ മറയാൻ നോക്കിയ ഇന്ദ്രജിത്തിൻ്റെ 2 കാലിലും പിടിച്ച് വലിച്ചു നിർത്തി. ആകാശത്തു വച്ച് പിടിയും വലിയുമായി. 2 പേരും ഭൂമിയിൽ വന്നു നിന്നു. വലിയ ഏറ്റുമുട്ടലായി. ഇന്ദ്രജിത്തിൻ്റെ മാറിടത്തിൽ കാൽമുട്ട് ഊന്നി നിന്നുകൊണ്ട് കഴുത്ത് ബലമായി താഴ്ത്തി പിടിച്ചുകൊണ്ട് ഹനുമാൻ മറ്റു വാനരന്മാരെ വിളിച്ചു. എല്ലാവരും ഓടിക്കൂടി. കിട്ടിയ തക്കത്തിന് ഇന്ദ്രജിത്ത് വാനരക്കൂട്ടത്തിനു നേരെ അമ്പയച്ചു. സഹിക്കുവാൻ കഴിയാതെ കുരങ്ങന്മാർ ഓടിപ്പോയി. ഇന്ദ്രജിത്ത് ലങ്കാകോട്ടയുടെ അകത്ത് പ്രവേശിക്കുന്നതിനായി അങ്ങോട്ടേക്ക് ചെന്നു. വിഭീഷണൻ ഗോപുരം അടച്ചുകൊണ്ടു നിന്നു. മകനെ, നീ എവിടെ പോകുന്നു? ഇപ്പോൾ ലക്ഷ്മണൻ നിന്റെ ജീവൻ എടുക്കും. വിഭീഷണൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ഇന്ദ്രജിത്ത് ഒരു നിമിഷം ഭയപ്പെട്ടു.
വിഭീഷണൻ പറഞ്ഞതുപോലെ തന്നെ പാഞ്ഞു വന്ന ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ നേരിട്ടു. രണ്ടുപേരും പഠിച്ച ശാസ്ത്രത്തിൻ്റെ പരമാവധി വിഷ്ണുജാലം, ഇന്ദ്രജാലം, ഐഷികം, ആഗ്നേയം, വൈരണം, ഹരിതാലം, അർത്ഥചന്ദ്രം തുടങ്ങിയ ശാസ്ത്രങ്ങൾ അവർ പ്രയോഗിച്ചു. കയ്യും കണക്കുമില്ലാത്ത ശരവർഷം തുടർന്നു. ബ്രഹ്മാവ് ഇന്ദ്രനോട് പറഞ്ഞു, ബ്രഹ്മാസ്ത്രം നൽകുക. ബ്രഹ്മാസ്ത്രത്തോട് മന്ത്രപൂർവം ലക്ഷ്മണൻ പറഞ്ഞു, നിന്നെ സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ്. രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണെങ്കിൽ ചെന്ന് ഇന്ദ്രജിത്തിൻ്റെ ശിരസ് അറക്കുക. ദേവന്മാർ നിർഭയരായി ജീവിക്കട്ടെ. ഇത് കേട്ടപ്പോൾ ബ്രഹ്മാസ്ത്രം ഇന്ദ്രജിത്തിൻ്റെ ശിരസ് രണ്ടായി പിളർന്നു. ഇന്ദ്രജിത്ത് വീണു. അത് കണ്ട് വാനരന്മാർ ഉത്സാഹത്തോടുകൂടി ജയഘോഷം വിളിച്ചു. അവർ വാനരന്മാർ രാക്ഷസന്മാരെ അതിനുശേഷം കൂട്ടത്തോടുകൂടി കൊന്നൊടുക്കി. രാമജയഘോഷം ആകാശത്തിൽ മുഴങ്ങി. ദേവന്മാർ കലി ഒടുങ്ങാത്ത ഇന്ദ്രജിത്തിൻ്റെ മസ്തകത്തിൽ ചവിട്ടി പക തീർത്തു. ഇന്ദ്രജിത്ത് ധനുസ്സെടുത്താൽ ഇന്ദ്രൻ വിറയ്ക്കുമായിരുന്നു. 3 ലോകത്തിലും അവനെ ജയിക്കുവാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. അങ്ങനെയുള്ള ഇന്ദ്രജിത്തിനെ ഇതാ രാമൻ്റെ അനുജൻ ലക്ഷ്മണൻ വധിച്ചിരിക്കുന്നു. എല്ലാവരും ആശ്വസിച്ചു. ദേവന്മാർ സമാധാനിച്ചു. ശ്രീരാമൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരും സുരക്ഷിതരായിരിക്കും എന്ന് വിശ്വസിച്ചു. അതിനുശേഷം അമ്പേറ്റ് പീഡിതനായ ലക്ഷ്മണനെ വിഭീഷണനും ഹനുമാനും ശ്രീരാമൻ്റെ അടുക്കൽ എത്തിച്ചു. മായാശക്തികളുടെ നിറകുടമായ ഇന്ദ്രജിത്ത് ലക്ഷ്മണനെ മായ കൊണ്ട് വീഴ്ത്തി എന്ന് ഒരു നിമിഷം ശ്രീരാമൻ പരിഭ്രമിച്ചു. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, പ്രഭോ, ലക്ഷ്മണന് ഒന്നും സംഭവിച്ചിട്ടില്ല. ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിച്ചിട്ട് വരികയാണ്. പ്രബല ശത്രുവിനെ വധിച്ചിട്ട് രക്തം പുരണ്ട ശരീരവുമായി ലക്ഷ്മണൻ രാമൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു. കയ്യിൽ വില്ലും വലതു കൈയിൽ ഒരമ്പുമായി ഇരിക്കുന്ന രഘുപതി. ശത്രുവിനെ ജയിച്ചിട്ട് യുദ്ധവേഷത്തിലാണ് എല്ലാവരും. മെയ്യിൽ രക്തം പൊടിഞ്ഞും യുദ്ധപരിശ്രമത്താൽ തളർന്നും രണജയത്തിൽ ആനന്ദിച്ചും വരുന്നവരെ കണ്ട് രാമനും സന്തോഷിച്ചു. രാമൻ വിചാരിച്ചു, സാഗരം കടന്നു ഇന്ദ്രജിത്തിനെ വധിച്ചിരിക്കുന്നു, ഇനി രാവണനെ വധിക്കണം. അത് സാധിച്ചാൽ സീതയെ നേടാം. സേനാപതിമാരോടൊത്ത് നൃത്തം ചെയ്യുന്ന സുഗ്രീവനെ കണ്ടപ്പോൾ രാമൻ്റെ സന്തോഷം ഇരട്ടിച്ചു. നളൻ, നീലൻ, അംഗദൻ എല്ലാവരും ആനന്ദ ലഹരിയിലാണ്. വിഭീഷണൻ ശ്രീരാമൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് ലക്ഷ്മണനെ രാമനെ ഏൽപ്പിച്ചു. രാമൻ ലക്ഷ്മണനെ തോളിൽ പിടിച്ചുകൊണ്ട് അഭിനന്ദിച്ചു, നെറ്റിയിൽ ചുംബിച്ചു, അനുജനെ ആശ്ലേഷിച്ചു. നീ എനിക്ക് അനുജനല്ല, എൻ്റെ മകൻ തന്നെയാണ് എന്ന് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. ലക്ഷ്മണൻ രാമനെ വന്ദിച്ചു, രാമനെ സ്തുതിച്ചു. ശ്രീരാമൻ ലക്ഷ്മണൻ്റെ ശരീരം നോക്കുന്നു. ധാരാളം മുറിവുകൾ ലക്ഷ്മണൻ്റെ ശരീരത്തിലുണ്ട്. അതിനാൽ ശ്രീരാമൻ സുഷേണ എന്ന വൈദ്യശ്രേഷ്ഠനെ വിളിക്കുന്നു. അല്ലയോ വൈദ്യശ്രേഷ്ഠ, ലക്ഷ്മണൻ്റെ ശരീരമാകെ ശരമേറ്റ മുറിവുകളുണ്ട്. ശരാഗ്രങ്ങൾ മെയ്യിൽ തുളഞ്ഞു കയറി ഇരിക്കുന്നുണ്ട്. അത് എങ്ങനെ എൻ്റെ അനുജൻ
സഹിച്ചു. ഇന്ദ്രജിത്തിനെ അവൻ വധിച്ചിരിക്കുന്നു. സീതാമോചനത്തിനു മൂലകാരണമായ ലക്ഷ്മണന്റെ മുറിവുകളിൽ അങ്ങ് മഹാ ഔഷധം പുരട്ടുക. ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞപ്പോൾ സുഷേണൻ ലക്ഷ്മണന്റെ മെയ്യിലേറ്റ അമ്പുകൾ ഓരോന്നോരോന്നായി ഊരി എടുക്കുന്നു. മുറിവുകളിൽ ഔഷധം പുരട്ടി. ഔഷധങ്ങളുടെ സുഗന്ധം ശരീരത്തിൽ കടന്നു. മുമ്പത്തെ പോലെ സുന്ദരനായി മാറി ലക്ഷ്മണൻ. അത് കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ ആനന്ദിച്ചു. രാമൻ പത്മപാണികൾ കൊണ്ട് സുഷേണനെ തടവി അനുഗ്രഹിച്ചു. നിന്നോട് ഞാൻ എന്തു പറയും? ഇതുപോലൊരു വൈദ്യൻ ലോകത്തിൽ മറ്റാരുമില്ല. എത്ര വട്ടമാണ് നീ എല്ലാവർക്കും ജീവൻ നൽകിയത്? ഈ കീർത്തി എല്ലായിടത്തും എക്കാലവും വ്യാപിക്കും. ഇത് കേട്ടപ്പോൾ സുഷേണൻ രാമപാദങ്ങളിൽ വന്ദിച്ചു. ഹരേ കൃഷ്ണ. ഇതാണ് രാമായണത്തിലെ ഇന്ദ്രജിത്ത് വധം. നിങ്ങൾക്ക് ഇന്നത്തെ കഥാഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ദ്രജിത്തിനെ വധിക്കുന്നതിന് വിഭീഷണൻ്റെ ബുദ്ധിയാണ് പ്രവർത്തിച്ചത്. ഹനുമാൻ ആ യജ്ഞം പൂർത്തീകരിക്കാതെ ഇരിക്കുന്നതിനായി സഹായിച്ചു. യജ്ഞകുണ്ഠത്തിലേക്ക് മൂത്രമൊഴിച്ചു. അങ്ങനെ യജ്ഞം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. യജ്ഞം പൂർത്തിയാക്കാൻ സാധിക്കാഞ്ഞതുകൊണ്ടാണ് ലക്ഷ്മണന് ഇന്ദ്രജിത്തിനെ വധിക്കുവാൻ സാധിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.